എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് കൊണ്ട് ഒരു റോസ്റ്റാണ്. നമുക്ക് പലരും പലവിധം ഉണ്ടാക്കും റോസ്റ്റ്. ഞാൻ എൻ്റേതായ രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ വേണ്ട സോയ ചങ്ക്സ്, ഇത് വേവിച്ചെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് 2-3 വെള്ളത്തിൽ നല്ലപോലെ ഇത് പിഴിഞ്ഞ് ഇത് ചെറുതാക്കി അത് 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം വെച്ചിരുന്നു. എന്നിട്ട് അത് ഞാൻ ഫ്രൈ ആക്കി വെച്ചേക്കുന്നു. നേരം കളയണ്ടല്ലോ, നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് അതിന് വേണ്ടിയിട്ട് ഫ്രൈ ആക്കി വെച്ച്, ഫ്രൈ അല്ല ഒത്തിരി ഫ്രൈ ആക്കിയില്ല, ഷാലോ ഫ്രൈ ഒന്നാക്കി വെച്ചേക്കുന്നു. പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള, തക്കാളിക്ക, ഇഞ്ചിയും പച്ചമുളകും ചതച്ചത്, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത് പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെയാണ്. പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഇച്ചിരി പെരുംജീരകവും ഒരു ലേശം കറുവപ്പട്ട നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതല്ലേ, അപ്പം നമുക്ക് കറുവപ്പട്ട ഒന്ന് ഇടാം. ഞാൻ ഗരം മസാല ഉപയോഗിക്കുന്നില്ല, അപ്പം അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇതുണ്ട് ഈ പെരുംജീരകവും ഈ കറുവപ്പട്ടയും നമുക്കങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതും അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സവാള എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റാം. ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് സോയാബീന്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് കുറച്ച് മതിയായിരിക്കും. കഷ്ണത്തിന് ഉപ്പുണ്ടല്ലോ. നമുക്കിതൊന്ന് ഫ്രൈ ആകട്ടെ. കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഒരുപാട് വഴരണ്ടല്ലോ എന്നും കണ്ട ആദ്യം ഇട്ട് കൊടുക്കുക. നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി മതി, ഇച്ചിരി റോസ്റ്റല്ലേ. അപ്പോൾ നമുക്ക് മുളക് പൊടി, കുരുമുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി നമുക്ക് രണ്ടും കൂടെയാണ്, കുരുമുളകും പെരുംജീരകവും കൂടെയാണ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് തക്കാളിക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം. തക്കാളിക്കയും കൂടെ ഒന്ന് വഴന്നിട്ട് നമുക്ക് ഒരു തുള്ളി ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്വല്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിക്കൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. സോയാബീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഇത് ഇടേണ്ടി വരത്തില്ല. എന്നാലും ഒരിച്ചിരി നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഇനി ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഈ സോയാബീൻ ഇനി എൻ്റെ തോന്നലാണോ എന്നറിയത്തില്ല, വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതേസമയം റോസ്റ്റൊക്കെയാണ് നമുക്ക് റോസ്റ്റും ഫ്രൈയും ഒക്കെയാണ് നമുക്ക് കഴിക്കാം. പക്ഷെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു വെള്ളം കയറും, വെള്ള ചൊവയാണ് അതിന് വരുന്നത്. ഇനി അടുത്ത ഒരു പരിപാടി, നമുക്ക് ഇതിനകത്ത് തീ കുറച്ച് വയ്ക്കാം. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഊരിയിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. തീ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ ഇത് സോയാബീൻ പ്രഷറുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു റോസ്റ്റാണ്. ഇത് ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ചെറുതായിട്ട് ഇത് സോയാബീൻ ചെറിയ എണ്ണയിലാണ് ഞാൻ വഴറ്റിയെടുത്തേക്കുന്നത്. പിന്നെ ഉള്ളി വഴറ്റാനും അധികം എണ്ണ എടുത്തിട്ടില്ല. അപ്പം എണ്ണ കുറച്ച് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. കറിവേപ്പിലയും ഏറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നു. ഇനി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ എഴുതണം. നമുക്കല്പം മല്ലിയില കൂടെ തൂവി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയില ഇട്ടാൽ. അങ്ങനെ നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.